ഹായ് എവരി വൺ. ഞാൻ ഇന്ന് വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റത്തെ പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റവും മാനുവൽ ഗിയർ സിസ്റ്റവും. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത്, അടുത്ത സമയത്ത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടു. അതിൽ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എനിക്കത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് സിസ്റ്റത്തിൽ 4 പൊസിഷൻസ് ആണുള്ളത്. ഒന്ന് ഡ്രൈവ് മോഡ്, ന്യൂട്രൽ പൊസിഷൻ, റിവേഴ്സ് മോഡ് ആൻഡ് പാർക്ക് മോഡ്. ഞാൻ കണ്ട ആ വീഡിയോയിൽ പറയുന്നത്, നമ്മൾ വാഹനം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പാർക്കിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ ഗിയർ ബോക്സിന് ലോഡ് പിടിക്കും എന്നാണ് പറയുന്നത്. ഗിയർ ബോക്സിലേക്ക് ലോഡ് കൂടും എന്നാണ് പറയുന്നത്. അതിനാൽ ആദ്യമായി വാഹനം ന്യൂട്രലിലിട്ടു, അതിനുശേഷം പാർക്കിംഗ് ബ്രേക്ക് ഹോൾഡ് ചെയ്തു, അതിനുശേഷം മാത്രമേ പാർക്കിലേക്ക് മാറ്റാവൂ എന്നാണ് പറയുന്നത്. അതൊരു തെറ്റായ രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മൾ ഡ്രൈവ് മോഡിൽ നിന്നും പാർക്കിലേക്ക് മാറ്റിയാൽ വാഹനം ഓൾറെഡി ബ്രേക്കിലേക്കാണ് പോകുന്നത്. ഗിയർ ബോക്സിൽ ഒരു കാരണവശാലും ലോഡ് വരുത്തില്ല. അഥവാ നമ്മൾ ന്യൂട്രൽ ചെയ്തു, അതിനുശേഷം പാർക്ക് ഓൺ ചെയ്താൽ തന്നെയും അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് റിവേഴ്സിലാണ് പോകുന്നത്. അത് ഗിയർ ബോക്സ് വീണ്ടും എൻഗേജ് ആകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പാർക്കിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഡ്രൈവിൽ നിന്ന് ഡയറക്റ്റ് പാർക്കിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി വാഹനം ഗിയറിൽ നിന്നും പാർക്ക് മോഡിലേക്ക്, ബ്രേക്കിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഗിയർ ബോക്സിൽ ഒരു ലോഡും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വാഹനത്തെ എവിടെ നിർത്തിയാലും നമ്മൾ ഡ്രൈവർ മോഡിൽ നിന്ന് ഡയറക്റ്റ് പാർക്കിലേക്ക് മാറ്റിയത് കൊണ്ട് വാഹനത്തിന്റെ ഗിയർ ബോക്സിൽ ഒരു കാരണവശാലും ഒരു ലോഡും വരുന്നില്ല. വാഹനത്തിന്റെ ഗിയർ ബോക്സിൽ ഒരു ലോഡും വരുന്നില്ല. ആയതിനാൽ നമ്മൾ ഡ്രൈവ് മോഡിൽ നിന്നോ റിവേഴ്സ് മോഡിൽ നിന്നോ ഡയറക്റ്റ് പാർക്കിലേക്ക് വാഹനത്തെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നമ്മൾ പാർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ ഓൾറെഡി ക്ലസ്റ്ററിൽ കാണാൻ സാധിക്കും, പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ആയിട്ട് കാണാൻ സാധിക്കും. എഞ്ചിൻ സിസ്റ്റത്തിലോ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലോ ഒരു ലോഡും വാഹനത്തിന് വരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയാണ്. എന്നാൽ തന്നെ കാണുന്നവർ അറിയാത്തവരിലേക്കും അറിയുന്നവരിലേക്കും ഷെയർ ചെയ്യണം. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.